ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോൺ ദ വ്ലോഗ്. ഇറ്റ്സ് മീ ആഷിഖ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുള ദേവീക്ഷേത്രത്തിലാണ്. നമ്മൾ ആറന്മുള ദേവീക്ഷേത്രമാണ്. നമ്മളാണെങ്കിൽ ഇവിടെ വള്ളസദ്യക്ക് വന്നത് ഗൈസ്. നമ്മൾ വള്ളസദ്യ കഴിക്കാൻ പോവുകയാണ്. Hey guys, ഗൈസ് ഇവിടെ ആണെങ്കിൽ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. അപ്പോൾ വള്ളത്തിൽ നമുക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് വരാനുള്ള സ്പേസ് ഇല്ല, ചെയർ കയറി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ലല്ല, ഞാൻ അതിൻ്റെ പള്ളിയോടത്തിൻ്റെ വരവ് കാണാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. പെട്ടെന്ന് പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ആറന്മുള വള്ളസദ്യക്ക് നിൽക്കുകയാണ്. ഭയങ്കര അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിൽക്കുകയാണ്. പാസ് എടുത്തിട്ടുണ്ട്. വൈബാട്ടോ അവിടെ. വൈബ് നല്ല തിരക്കാണ് ഗൈസ്, നല്ല തിരക്കാണ്. നമ്മൾ വെള്ളസദ്യക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. തുറക്കുമ്പോൾ അവിടെ ചെയ്യാം. നമ്മളെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ജോമിൻ്റെ സംവിധാനമാണ്. ആറന്മുളയിലെ വള്ളസദ്യ, വള്ളംകളിയുടെ തയ്യാറെടുപ്പുകൾ, ഇതിൻ്റെയൊക്കെ തിരക്കുകളാണ് ഇപ്പോൾ. കഴിഞ്ഞ ജൂലൈ 23 തുടങ്ങി ഒക്ടോബർ 2 വരെ ആണ് വള്ളസദ്യകൾ. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് നിരവധി ആൾക്കാരാണ് ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. കഴിഞ്ഞ വർഷമാണ് 450 വള്ളസദ്യയായിരുന്നു. ഈ വർഷം അത് 500 മുകളിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. വള്ളസദ്യയിൽ ഇവിടെ 64 വിഭവങ്ങളാണ് വിളമ്പുന്നത്. അതിൽ 44 വിഭവങ്ങൾ മുഴുവൻ ആൾക്കാർക്കും വിളമ്പും. 20 വിഭവങ്ങൾ പള്ളിയോടത്തിൽ വരുന്ന ആൾക്കാർ പാടി ചോദിക്കുന്ന ആൾക്കാർക്കാണ് 20 വിഭവങ്ങൾ വിളമ്പുന്നത്. അങ്ങനെ 64 വിഭവങ്ങളാണ് മൊത്തം വിളമ്പുന്നത്. ഈ പള്ളിയോടം ഉണ്ടായ കാലം തൊട്ട് വള്ളസദ്യകളുണ്ട്. പക്ഷെ അന്നത്തെ ഇതേമാതിരിയുള്ള വള്ളസദ്യകളായിരുന്നില്ല. ഈ തരത്തിലുള്ള വള്ളസദ്യ ആയതിനു ശേഷം ഒരു 50 വർഷത്തോളം ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ചോറും പുളിക്കറിയും തോരനും അവിയലും അങ്ങനെയുള്ള തരത്തിലുള്ള വിഭവങ്ങൾ ചേർന്നിട്ടുള്ള വള്ളസദ്യകളായിരുന്നു. ഇത് പണ്ട് ഓരോ കരകളിലായിരുന്നു വള്ളസദ്യ നടന്നുകൊണ്ടിരുന്നത്. ആ കരയിലെ പള്ളിയോടത്തിന് ആ കരയിൽ വെച്ച് സദ്യ നടക്കുകയാണ്. ഇത് വീണ്ടും ആ കരയെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് പള്ളിയോട സേവാ സംഘം എന്നൊരു സംഘടന ഉണ്ടായതിനു ശേഷം ആണ് ഈ സദ്യ കേന്ദ്രീകൃതമായിട്ട് ആറന്മുള ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടക്കാൻ തുടങ്ങിയത്. അതെ അതെ. ഈ സദ്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു മിച്ചം പള്ളിയോടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ കരകൾക്കും വീതിച്ചു കൊടുത്തു. അവർ പറയുന്ന ആഗ്രഹം സാധിച്ചതിന് ശേഷമാണ് ഈ സദ്യ വഴിപാട് നടത്തുന്നത്. പല ആൾക്കാരും കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അവരുടെ അസുഖങ്ങൾ മാറാനും അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറാനും അങ്ങനെ വഴിപാട് നേരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടു എന്നവർക്ക് തോന്നിയതിന് ശേഷമാണ് ഈ വള്ളസദ്യ നടത്തുന്നത്. ഗൈസ്, നമ്മൾ നിൽക്കുന്ന മാലക്കര പള്ളിയോടത്തിൻ്റെ വള്ളസദ്യയുടെ അടുത്താണ് നിൽക്കുന്നത്. ഫുള്ള് ഇലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വെളി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇത് അനുസരിച്ച് വെള്ളസദ്യയിൽ ഇത്രയും വിഭവങ്ങളാണ് വരുന്നത് ഗൈസ്. എൻ്റെ പേരൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം കണ്ട് മനസ്സിലായിക്കണം ഗൈസ്. നമ്മൾ വെള്ളസദ്യ കഴിക്കാൻ പോവാണ് ഗൈസ്. ഉണ്ട്.
ഉപ്പേരിയുണ്ട്, പരിപ്പോടയുണ്ട്, പഴം, ശർക്കര വരട്ടി, ഇതൊന്നും സംഭവം അറിയില്ല. കുറച്ച് അവില്, മുന്തിരി, ഇതൊന്നും സംഭവം അത് ചേനയാണ്. ഉപ്പ്, 3 പപ്പടമുണ്ട് കൈസ്. ഓരോ അച്ചാറ്, കിച്ചടി, 2 അച്ചാറ്, അവിയൽ, പിന്നെ ഇതൊന്നും അറിയില്ല. കിച്ചടിയുണ്ട്, തോരന്, റൈസ് ചോറ് വന്നു, സാമ്പാർ. പൈസ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. അടിപൊളിയാണോ? മുബീനെ ജോലി ചോദിക്കുന്നല്ലയോ? സുഹേല കഴിച്ചു തുടങ്ങിയില്ല. സുഹേല കഴിച്ചിട്ട് പറയാം. ഉള്ളൂ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ കള്ളത്തിനാന്ന് വിചാരിക്കാതെ. സൂപ്പറാ. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ ആണ്. ആദ്യം ചോറും പരിപ്പും ആണെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് ചോറും സാമ്പാറും ആണ് ഉള്ളത്. അടുത്ത അടപ്രഥമനാണ് ഗൈസ്. പഴം ഇച്ചിരി എടുത്തിട്ട് ഈ വളപ്രഥമനകത്തിട്ട് നിരണം. അതെ, സൂപ്പറാണ് ഗൈസ്. എല്ലാവരും അടമ്പനും പഴം കൂടി ചേർത്ത് കഴിക്കുന്നത്. പപ്പടം കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, വേറെ ടേസ്റ്റ് ആയിരിക്കും. ഗൈസ് അടുത്ത് വന്ന് ഇത് അരിപ്പായസമാണ് തോന്നുന്നു. അടുത്ത പാൽപ്പായസം വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ തന്നെ 4 കൂട്ടം പായസമായി. ഏത് കഴിക്കണമെന്നൊരു പിടുത്തമില്ല. വലിയ സുഖമല്ലേ? ഞാൻ എല്ലാത്തിനും നേരത്ത് കഴിച്ചോളാം. പ്രഥമനുണ്ട്. ഇത് പയറിൻ്റെ പായസമാണെന്ന് തോന്നുന്നു. ഇത് അരിപ്പായസം, ഇത് പാൽപ്പായസം. കിട്ടില്ല. ആറന്മുള മന്തിസദ്യ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട മെയിൻ ഐറ്റം. വലിയ സുഖമല്ലേ? അതെ അതെ, അടിപൊളി സാധനം. നമ്മളിന്ന് മലങ്കരക്കാരുടെ ഫുഡാണ് കഴിച്ചത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ആറന്മുള വെള്ളസദ്യയുടെ വിശേഷങ്ങളും ആറന്മുള അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിതുപോലെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.